നമ്മുടെ ഫിൽറ്ററിൻ്റെ മെക്കാനിസം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് UV സപ്പോർട്ടും കൂടിയുള്ള ഫിൽറ്ററാണ്. UV ലൈറ്റ് ഇതായതൊക്കെ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിലാണെങ്കിൽ നമ്മളിതിൽ 2 ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടേക്കും ഒരു ഔട്ട് കൊടുത്തിട്ടുണ്ട്, വെളിയൊരായിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം വീഴുന്നത് പോലെ. പിന്നെ നമ്മളിതിൽ ബബിൾ മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എയറേറ്റർ സോബോൻ്റെ 4-way എയറേറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 അവിടേക്കായിട്ട് നമ്മൾ എയറേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മുടെ ഫിൽറ്ററിൻ്റെ ബാക്ക് വാഷ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ജസ്റ്റ് ഈ നോബ് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഓൾറെഡി തുറന്നു വെച്ചിരിക്കുന്നത് ഇപ്പോൾ വെള്ളം അതിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കളർ മാറ്റാൻ കാണാൻ പറ്റുമായിരിക്കും. നമ്മൾ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഈ ലിവർ നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിലുള്ള സ്പോഞ്ച് ഇത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫിൽറ്റർ തുറക്കാതെ തന്നെ കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ചളി വെള്ളം പോലെ ആയിരുന്നു. ഫിൽറ്ററിൻ്റെ ഉള്ളിലുള്ള ചളി ഇളകിയിരിക്കുക. ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ബാക്ക് വാഷ് ചെയ്ത് നമുക്ക് ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്യാം. ബാക്കിയുള്ള ഫിൽറ്റർ പോലെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് തന്നെ വരുന്നു. അതാണ് നമ്മുടെ ഫിൽറ്ററിൻ്റെ മെക്കാനിസം. അല്ല 5 ലെയർ സ്പോഞ്ചാണ് വരുന്നത്.